നല്ല പൊരിച്ചെടുത്ത ബീഫും മുട്ടയും ഷവർമയുടെ മസാലയും ഒക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നൊരു ബീഫ് ഷവർമ പോളയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി കുറച്ച് പൊരിച്ചെടുത്ത ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഏകദേശം 1.5 കപ്പ് ബീഫ് പൊരിച്ചതുണ്ടാവും. ഇത് നമ്മൾ സാധാരണ ഉപ്പും മുളകും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് പൊരിച്ചെടുക്കുന്ന ബീഫാണ്. അപ്പോൾ ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു തക്കാളിയുടെ പകുതി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം അരിഞ്ഞെടുത്തത്, 3 പച്ചമുളക്, കുറച്ച് മല്ലിയില അരിഞ്ഞത്, ഇത്രയും എടുത്തിട്ടുണ്ട്. മല്ലിയിലക്ക് പകരം പാഴ്സലിയില വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് ഈ ബീഫിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞതൊക്കെ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അതുപോലെ കുക്കുംബറും ഒക്കെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഗാർലിക് സോസാണ്, അതായത് തൂം. ഈ തൂം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒരു മുട്ട വെള്ള ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ ഗാർലിക് സോസാണിത്. ഇത് നന്നായിട്ട് ഈ ബീഫിൻ്റെ മസാലയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. തൂം ചേർത്തുകൊണ്ട് തന്നെ ഈ മസാലയിലേക്ക് വേറെ ഉപ്പൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഗാർലിക് സോസും ബീഫും വെജിറ്റബിൾസും ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് 3 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ടയിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കാം, അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്താലും മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു മുട്ടയ്ക്ക് 1 ടേബിൾ സ്പൂൺ എന്ന കണക്കിലാണ് പാൽപ്പൊടി എടുക്കേണ്ടത്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുട്ടയിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു തക്കാളിയുടെ പകുതി കുരുവും വെള്ളമൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞെടുത്തത്, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ കുറച്ച് മല്ലിയില അരിഞ്ഞത്, ഇത്രയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഓംലെറ്റിനൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ്. ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോള ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ സോസ് പാനാണ് എടുത്തിട്ടുള്ളത്. പ്രഷർ കുക്കർ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് ഈ സോസ് പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. എന്നിട്ട് ഈ പാത്രം വീണ്ടും അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഓംലെറ്റിൻ്റെ മിക്സ് പോലുള്ള ആ മുട്ട പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പകുതി മാത്രം ചേർത്താൽ മതി. ബാക്കി പകുതി നമുക്ക് ലാസ്റ്റ് മുകളിൽ ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. വെജിറ്റബിൾസൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ വരുന്ന രീതിയിൽ ഒന്ന് നിരത്തി കൊടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ബീഫും വെജിറ്റബിൾസും ഒക്കെ ചേർന്നിട്ടുള്ള മിക്സ് മുഴുവനും ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഒരേപോലെ എല്ലാ ഭാഗത്തും ഒരേപോലെ നിരത്തി കൊടുക്കുക. ഇതുപോലെ മുഴുവൻ മസാലയും വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള മുട്ടയുടെ മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതും എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കി കൊടുക്കുക. ഇനി നമുക്കിതിവിടെ അടച്ചു വെക്കാം. അതിനുശേഷം ഇതിൻ്റെ മൂടിയിലുള്ള ഹോള് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഞാനിവിടെ കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി സോസ് പാനിൻ്റെ അടിയിൽ ഞാനൊരു പഴയ പാത്രം വെച്ച് കൊടുക്കുകയാണ്. പഴയ എന്തിൻ്റെങ്കിലും മൂടിയോ അല്ലെങ്കിൽ പഴയ പാനോ മറ്റോ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ അടിഭാഗം ഒട്ടും കരിഞ്ഞു പോവാതെ നമുക്ക് കിട്ടും. നമ്മളിതിൽ മിക്സ് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ തീ നല്ലോണം കുറച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിക്കാൻ. ഒരു 20-25 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് റെഡിയാവും. നമുക്ക് അത്ര വരെ വെയിറ്റ് ചെയ്യാം. ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. പോള ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്നതായിട്ടും കാണാൻ കഴിയും. ഈ സമയത്ത് നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റാം. എന്നിട്ടൊന്ന് തണുക്കാൻ വെക്കാം. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയാൽ മതി. ഞാനിതിവിടെ തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. ഇതിപ്പോൾ പോള നന്നായിട്ട് തണുത്ത് സൈഡിൽ നിന്നൊക്കെ നല്ലോണം വിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ കയ്യിലെടുത്തതിന് ശേഷം പ്ലേറ്റിലേക്ക് വെക്കാം. ഇതിൻ്റെ അടിഭാഗമൊക്കെ ഒട്ടും കരിയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് ഓംലെറ്റ് പോള ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം.
അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഓംലെറ്റ് പോള റെഡി ആയിട്ടുണ്ട്. ഷവർമ മസാലയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോളയാണ്. ബീഫ് ഷവർമ പോള എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടേസ്റ്റി ആയിട്ടുള്ള പോളയൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്